ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തിയുമായി നിങ്ങൾ പ്രണയബന്ധത്തിലായതിന്റെ ഉദ്ദേശം എന്താണ്? രഹസ്യമായ ചില നഗ്ന സത്യങ്ങൾ പുറത്തേക്ക് വരുന്നു. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള ഹിഡൻ എനർജിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കാർഡ്സ് എടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ആ ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഇന്ന് അതാണ് നോക്കാനായിട്ട് പോകുന്നത്. ഹിഡൻ എനർജിയാണ്, ഒളിഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങൾ. ഓക്കെ, അത് മാത്രമല്ല, നിങ്ങൾക്ക് എപ്പോഴും മനസ്സിൽ വന്നിട്ടുണ്ടാകാം ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിലായത്, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്താണ് അതിന്റെ ഒരു പർപ്പസ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമായിരിക്കാം. അപ്പൊ അതിന്റെ ഒരു കംപ്ലീറ്റ് എനർജിയും കൂടിയാണ്, അതിന്റെ ഒരു ഉത്തരം കൂടിയായിട്ടാണ് ഒരുപാട് പേര് റിക്വസ്റ്റും കൂടി ചെയ്തിട്ടുള്ള ഒരു റീഡിങ്ങും കൂടിയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഏതാനും കുറച്ച് കാർഡ്സ് എടുത്തിട്ടുണ്ട്. അവസാനം കുറച്ച് ലവ് മെസ്സേജസ് അതുപോലെ ക്ലൂസും എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജി തന്നെ നമുക്ക് നോക്കാം. സ്പിരിറ്റ് ഗൈഡ്സ് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്? അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പില് സ്പിരിച്വൽ പരമായിട്ടുള്ള ആ ഒരു സ്പിരിറ്റ് ഗൈഡ്സ്, അതായത് ആത്മീയപരമായിട്ടുള്ള ആ ഒരു എനർജി, ഓക്കെ, ആ ഒരു സ്പിരിച്വൽ എനർജി നിങ്ങളുടെ അടുത്ത് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നത്? നമുക്ക് നോക്കാം. ദിസ് വിൽ ബി ദ ഫസ്റ്റ് എനർജി. കോസ്മിക് ഗേറ്റ്വേ ഹോറസ് എനർജിയാണ്. യുവർ തോട്ട്സ് ആർ മാഗ്നറ്റിക് ആൻഡ് പവർഫുൾ. മിറാക്കിൾ ചേഞ്ചസ് ആർ ഒക്യൂറിങ്. അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളതിന്റെ പ്രധാന ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സ്പിരിച്വൽ എനർജി, ഓക്കെ, സ്പിരിച്വൽ പരമായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ അത്രയും അധികം പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു എന്നാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അതായത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ അത്രയും ഐശ്വര്യത്തോടു കൂടിയും അത്രയും പവർഫുൾ ആയിട്ട്, വളരെ പവർഫുൾ ആയിട്ടുള്ള നാളുകളൊക്കെ ആയിരിക്കാം നിങ്ങളുടെ. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കുടുംബത്തിലെ ആയിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ അത്രയും ഒരു ഫുൾ എനർജിയിലാണ് നിങ്ങൾ ജനിച്ചു വീണത്. അതുപോലെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരുന്നു, നിങ്ങളുടെ വൈബ്രേഷൻസും വളരെ ഹൈ ആയിരുന്നു. പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് അതിൻ്റെതായിട്ടുള്ള ദൃഷ്ടിദോഷം, അല്ലെങ്കിൽ ശത്രുദോഷം, എരിച്ചില്, കണ്ണേറ്, ശത്രുബാധ ദോഷം, ചെറിയ രീതിയിലുള്ള ബ്ലാക്ക് മാജിക് എനർജി, ഇതൊക്കെ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി നിങ്ങൾ എന്തൊക്കെയോ ആയിത്തീരേണ്ട ആൾക്കാരാണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്, വളരെയധികം ഇന്റൻഷനോട് കൂടി, ഉദ്ദേശത്തോടു കൂടി ജനിച്ച ഒരാൾക്കാരും കൂടിയാണ്. പക്ഷെ എവിടേക്കോ നിങ്ങളുടെ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിച്ചു. അതുപോലെ ഒരു ബാലൻസ് ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയി. ഒരുപക്ഷെ നിങ്ങളുടെ ചുറ്റിനുമുള്ളവരെല്ലാവരും രക്ഷപ്പെട്ടു പോകുന്ന ഒരു ദയനീയമായിട്ടുള്ള, അല്ലെങ്കിൽ ഹൃദയം നുറുങ്ങുന്ന ഒരു കാഴ്ചയായിരിക്കാം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങളെ പുകഴ്ത്തി പറഞ്ഞവരും, അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം പുകഴ്ത്തിക്കൊണ്ടും വാഴ്ത്തിക്കൊണ്ടും പൊക്കി പറഞ്ഞവരൊക്കെ, അവരൊക്കെ രക്ഷപ്പെട്ടു പോയി, അല്ലെങ്കിൽ അവരൊക്കെ നല്ല നിലയിലെത്തി, ലൈഫൊക്കെ സെറ്റിൽഡ് ആയി. പക്ഷെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള യഥാർത്ഥ കഴിവുകൾ എന്താണ്, നിങ്ങളുടെ സോൾ പവർ എന്താണ്, നിങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്താണ്, ഇതിലേക്കൊന്നും നിങ്ങൾക്ക് മര്യാദക്ക് സഞ്ചരിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ സഞ്ചരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള, അതുപോലെ വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം കഴിവുകളുള്ള ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ മനസ്സറിഞ്ഞ് ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടുമായിരുന്നു. പക്ഷെ നിങ്ങളുടെ എനർജി എവിടേക്കോ വെച്ചിട്ട് കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ആയി പോയി എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് മേ ബി നിങ്ങളോടുള്ള അസൂയായിരിക്കാം മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു കുടുംബത്തിലായിരിക്കാം ജനിച്ചത്, നല്ല രീതിയിലായിരിക്കാം നിങ്ങൾ വളർന്നിട്ടുണ്ടാവുന്നത്, നല്ലൊരു മിടുക്കി അല്ലെങ്കിൽ മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരായിരിക്കാം. അപ്പൊ നിങ്ങളുടെ ആ ഒരു വളർച്ച കണ്ടിട്ട്, ഓ, ഇത് വലുതായി കഴിയുമ്പോൾ വലിയൊരു ഭയങ്കര സക്സസ് ആയിട്ടുള്ള ഒരാളായി മാറും എന്നൊക്കെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ അത്രയും സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ളത് കാണിക്കുന്നു.
പക്ഷെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എവിടേക്കോ അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അവിടെ നിങ്ങളുടെ ശത്രുക്കൾ ജയിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ ആക്ച്വലി ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നതും നിങ്ങളുടെ ആ ഒരു പ്രധാനപ്പെട്ട സോൾ പവർ, ജന്മലക്ഷ്യം പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ് ആകാതെ വന്നപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവരോടും ദേഷ്യം തോന്നിയിട്ടുണ്ടാകാം, വൈരാഗ്യം, രക്ഷപ്പെടാനാവാത്തതിന്റെ ദുഃഖം, അസംതൃപ്തി, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ട് മേ ബി നിങ്ങൾ ആരുമായിട്ടും കണക്റ്റഡ് അല്ലായിരിക്കാം, ആരോടും മിണ്ടത്തില്ലായിരിക്കാം. ചിലപ്പോൾ വീട്ടിൽ ഒരു മുറിയിലായിരിക്കാം നിങ്ങൾ ഇരിക്കുന്നത്. വളരെ ഇൻട്രോവേർട്ട് ആയിട്ടും യാതൊരു ഊർജം ഇല്ലാതെയും ഇരിക്കുന്ന ആ ഒരു അവസരത്തിലാണ് ഈ പേഴ്സന്റെ കടന്നു വരവ് എന്ന് പറയുന്നത്. അപ്പൊ കേവലം നിങ്ങൾക്ക് ഒരുപാട് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻസ് ഈ വ്യക്തിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും, ഒരുപാട് ബ്രേക്കപ്പ്, നോ കോണ്ടാക്ട് ഒക്കെ ഉണ്ടായെങ്കിൽ പോലും നിങ്ങളെ കൂടുതൽ കൂടുതൽ അതിലൂടെ സ്ട്രോങ് ആക്കുകയാണ് യൂണിവേഴ്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഈ പേഴ്സണോട് പല രീതിയിലും റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഗെറ്റ് ഔട്ട് അടിച്ചിട്ടുണ്ടാകാം, അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടാകാം. ഒക്കെ നിങ്ങളുടെ ഫീലിങ്സ് എങ്ങനെയാണോ അതങ്ങനെ തന്നെ സമർപ്പിച്ചുകൊണ്ടായിരിക്കാം, സബ്മിറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാവുന്നത്. പക്ഷെ അതിലൂടെ നിങ്ങൾ സ്പിരിച്വൽ ജേർണി എന്താണെന്ന് മനസ്സിലാക്കി, സ്പിരിച്വൽ ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കി, നിങ്ങൾക്ക് എന്താണ് ആക്ച്വലി പറ്റിയത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിച്ചു. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ നിങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റി. അപ്പൊ പലവർക്കും ഇതൊരു സോൾമേറ്റ് ആയിരിക്കാം ഈ പേഴ്സൺ, വേറെ കുറച്ച് പേർക്ക് ട്വിൻ ഫ്ലെയിം ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ രണ്ടുപേരുടെ സോള് വളരെയധികം പവർഫുൾ ആണ്, വളരെയധികം കണക്റ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇന്ന് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എവിടേക്കോ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കേവലം നല്ലൊരു ജോലിയായിരിക്കാം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും കാര്യങ്ങൾ തിരിച്ചെടുത്തതാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, അതൊക്കെ ഹീലായതായിരിക്കാം. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചു. നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളുടെ സോളിനെ നിങ്ങൾക്ക് എവിടേക്കോ സന്തോഷിപ്പിക്കാനും തൃപ്തിപ്പെടുത്താനും സാധിച്ചു എന്നുള്ളത് എനിക്കിവിടെ കാണാൻ കഴിയുന്നു. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പറയുന്ന പോലെ കേവലം ഒരു പ്രണയം മാത്രമല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ഈ പേഴ്സൺ വന്നിട്ടുണ്ടെങ്കിൽ തീർത്തും അത് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു അവസരമാണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങൾ എത്രത്തോളം പവർഫുൾ ആണ് എന്നുള്ളത്. ഓക്കെ, അത് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന്റെ പ്രധാന ആ ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം നിങ്ങളിലെ യഥാർത്ഥ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് നടത്തിയ ഒരു പ്ലാൻ ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ആൻസിസ്റ്റേഴ്സിന്റെ എനർജി നോക്കാം. ലെറ്റ് സി എന്താണ് പൂർവികർ പറയാൻ ആഗ്രഹിക്കുന്നത്. ഷീൽഡ്, മെയ്ഡൻ, മെയ്ക്ക്, പ്ലാൻ ആൻഡ് ഫോക്കസ് എന്നാണ് പറയുന്നത്. എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുന്ന, ഫൈറ്റ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ഒരു ലേഡീനെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അത് നിങ്ങളാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് സ്ത്രീകളുടെ എനർജി തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾ ഇനിയും പവർഫുൾ ആകണം, മോർ പവർഫുൾ. ഇനിയും നിങ്ങളുടെ ക്വാളിറ്റി ഉയരണം. നിങ്ങൾ ഒരിക്കലും കീഴ്പോട്ട് ചിന്തിക്കരുത്. ബിക്കോസ് ഇത് നിങ്ങളുടെ പ്രോസസ്സിങ് സ്റ്റേജ് ആണ്. ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലും അല്ല എൻഡിങ്ങിലും അല്ല, തുടങ്ങിയിട്ടല്ല, തുടങ്ങി പക്ഷെ അവസാനിച്ചിട്ടില്ല, നടുക്ക് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്, പ്രോസസ്സിങ് ആണ്. ആൻഡ് സംതിങ് എ ബിഗ് ഹ്യൂജ് മിറാക്കിൾസ് ആർ കമ്മിങ് ഓൺ യുവർ ലൈഫ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് മിറാക്കിൾസ് വരാൻ പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളിലും പ്രയത്നിക്കുന്നുണ്ടാകാം. അത് പഠിത്തത്തിലായിരിക്കാം, ജോലിയിലായിരിക്കാം, എന്തൊക്കെയോ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ആൻസിസ്റ്റേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പൊ യു ഷുഡ് ബിക്കം മോർ പവർഫുൾ. ആൻഡ് ഓൾസോ നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്കിനി വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വരണം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ ഈ പേഴ്സന്റെ സാന്നിധ്യം ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ലായിരിക്കാം. ചിലപ്പോൾ ഈ പേഴ്സൺ തന്നിട്ടുള്ള പല വാഗ്ദാനങ്ങളും ഈ വ്യക്തിക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ലായിരിക്കാം. ഓക്കെ, ഫൈൻ, പക്ഷെ അത് വിടുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനാണ് പറയുന്നത്. ബിക്കോസ് ദിസ് ഇസ് യുവർ ലൈഫ്, യു ആർ ദ ലീഡർ ഓഫ് യുവർ ലൈഫ്. അല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ ലീഡർ നിങ്ങളാണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയോ ഒരു ഊർജം ലഭിച്ചതായിട്ട് കാണിക്കുന്നു.
ഒരുപാട് മാറ്റങ്ങൾ, അതായത് ഈ പേഴ്സൺ വരുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ എങ്ങനെയായിരുന്നു, ഈ പേഴ്സൺ വന്നതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണ്, ഇപ്പൊ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്, എല്ലാത്തിലും നിങ്ങൾക്കൊരു വലിയ ചേഞ്ച് അനുഭവപ്പെടാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ആൻസിസ്റ്റേഴ്സ് പറയുന്നത്. അവരും കൂടുതൽ പവർ ആകാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ വാട്ട് ഓൾ തിങ്സ് യു ഷുഡ് റിമെമ്പർ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, ഈ പേഴ്സണായിട്ട് റിലേഷൻഷിപ്പിൽ പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ലൈഫ് ഫോഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, സീക്രട്ട് ബ്രീത്ത് ആൻഡ് സൗണ്ട് ആണ്. ആൻഡ് വി ക്യാൻ സീ ദ എനർജി ഓഫ് ഡോൾഫിൻ. ആൻഡ് വി നോ ദ ഡോൾഫിൻ എന്ന് പറയുന്ന ഈ ഒരു ആനിമൽ, അല്ലെങ്കിൽ ഈ ഒരു അക്വാട്ടിക് ആനിമൽ, നമുക്ക് പറയാൻ പറ്റും ഇറ്റ്സ് എ വെരി ഗുഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് വളരെയധികം ഇഷ്ടപ്പെടുകയും അതിനോട് താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അക്വാട്ടിക് ആനിമൽ ആണ് ഡോൾഫിൻ എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങളുടെ തോട്ട് ചക്ര ഹീലാക്കാനായിട്ടാണ് പറയുന്നത്. ഇവിടെ പലവരുടെയും ത്രോട്ട് ചക്ര ബ്ലോക്ക് ആയി കിടക്കുന്നതായിട്ട് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യമല്ല നിങ്ങൾ പുറമെ സംസാരിച്ചു വരുമ്പോൾ, അപ്പൊ നിങ്ങൾ ആശ്വസിപ്പിക്കണം എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങളുടെ മനസ്സിലുള്ളത്. പക്ഷെ നിങ്ങളത് സംസാരിച്ചു വരുമ്പോൾ അത് തല്ലുപിടിക്കുന്ന ലെവലിലേക്ക് ആയി പോകുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് നിങ്ങളുടെ പുറത്തോട്ട് വരുന്ന കമ്മ്യൂണിക്കേഷന് തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും ഈ പേഴ്സണായിട്ട് നിങ്ങൾക്കിടയിൽ, ഈ പേഴ്സണും നിങ്ങൾക്കിടയിൽ നല്ല രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനും അതിലൂടെ തന്നെ എന്താ പറയാ, നല്ല രീതിയിൽ നിങ്ങൾ ഒരു പ്രശ്നമില്ലാണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു തല്ലുപിടുത്തമൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നു. ഒരുപക്ഷെ അങ്ങനെ ഓൾറെഡി സംഭവിച്ചിട്ടുണ്ടാകാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു അഹങ്കാര രീതിയിലുള്ള വർത്താനമായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ സ്മൂത്ത് ആയിട്ടായിരിക്കാം പറയുന്നത്, പക്ഷെ അഹങ്കാരമായിട്ട് തോന്നിയിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ പേഴ്സണെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടാകാം. ചോദ്യങ്ങളിലായാലും വളരെയധികം മൂർച്ചയേറിയ രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ടാകാം. സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ബെറ്റർ ആക്കാനാണ്, ത്രോട്ട് ചക്ര ബെറ്റർ ആക്കാനാണ്, ഹീൽ ചെയ്യാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. നിങ്ങളുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഈ പേഴ്സന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ പേഴ്സൺ ഹാപ്പി ആയിരിക്കോ, സാഡ് ആയിരിക്കോ? 9 ഓഫ് കാൻഡിൽസ് ആണ്, 9 ഓഫ് സോട്ട്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് വി ക്യാൻ സീ ഇവിടെ ഉറക്കമില്ലാത്ത രാത്രിയും അതുപോലെ തന്നെ വിഷമിച്ച് നിൽക്കുന്ന ഒരു പേഴ്സണെയുമാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ഓൾസോ വി ക്യാൻ സേ ദാറ്റ് ഇവിടെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ഭയം ഈ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. കാരണം നിങ്ങൾ ഓരോ തവണയും മിണ്ടാതിരിക്കുമ്പോഴും ഈ പേഴ്സണ് നല്ല രീതിയിലുള്ള പേടി അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് സമ്മതിക്കില്ല. പക്ഷെ ഉറപ്പായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം പെട്ടെന്ന് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഈ പേഴ്സൺ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ രാത്രി, അതായത് രാത്രി വളരെയധികം ഉറക്കമില്ലാത്ത ഒരുപാട് ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. നിങ്ങളായിട്ടുള്ള ഓരോ സിറ്റുവേഷൻസും ഈ പേഴ്സൺ റീതിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കഴിഞ്ഞു പോയ കാര്യമായിരിക്കും, ചിന്തിച്ചു കഴിഞ്ഞ കാര്യമായിരിക്കും, പക്ഷെ ചിന്തിച്ചത് തന്നെ വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായോ? റീതിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. ബിക്കോസ് എന്താന്ന് വെച്ചാൽ അത് ഈ പേഴ്സൺ ഒരുപാട് വിഷമം, പേടി, ടെൻഷൻ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാകാം, നീ ഇല്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഓക്കെ ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരുടെയും സോൾ വളരെയധികം കണക്റ്റഡ് ആണ്, വളരെയധികം ഒരു ഡീപ്പ് കണക്ഷൻ ആണ് നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ വ്യക്തിയുടെ മനോഭാവം അബൌട്ട് യു, നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ വ്യക്തിക്ക് എന്താണ് ഈ വ്യക്തിയുടെ മനോഭാവം? യെസ്, വി ക്യാൻ സീ ദ ഡാർക്ക് തോട്ട്സ് ആണ്, കോൺഷ്യസ്നെസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ പല തവണയും ഈ വ്യക്തിക്ക്, ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു ടാരോട്ട് റീഡിംഗ് ഒക്കെ കാണുന്നത് കൊണ്ടും അല്ലെങ്കിൽ ആസ്ട്രോളജി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാകാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ. പക്ഷെ ഈ വ്യക്തിക്ക് അത്രയും കൂടി അറിവില്ല എന്നാണ് കാണിക്കുന്നത്. കാരണം ഈ വ്യക്തി ചില സമയത്ത് വിചാരിക്കുന്നത് നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് നെഗറ്റീവാണ്, ഇതെവിടം വരെയും പോകൂല, ഇതെങ്ങും പോകൂല, ഇത് ഒരു ദിവസം ബ്രേക്കപ്പ് ആകും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെയാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്.
കാരണം ഈ പേഴ്സൺ മേ ബി സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നിട്ടില്ലായിരിക്കാം. പക്ഷേ ഇവിടെ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വളരെയധികം കൺഫ്യൂഷൻ ആണ്. അതായത് ഈ പേഴ്സന്റെ ഡെസ്റ്റിനിയിലുള്ള വ്യക്തി നിങ്ങൾ തന്നെയാണോ, അല്ലെങ്കിൽ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ബ്രേക്കപ്പ് പറഞ്ഞിട്ട് വേറെ ആളെ സ്വീകരിക്കണോ. അപ്പൊ ഇങ്ങനത്തെ ചിന്തകളൊക്കെ ഈ പേഴ്സണ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഡാർക്ക് തോട്ട്സ്, പക്ഷെ അത് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതും ഈ പേഴ്സണെ തന്നെയാണ്. ഓക്കെ, കാരണം ഈ പേഴ്സന്റെ മനസ്സിലെ വിഷമങ്ങൾ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പലപ്പോഴും നിങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് എസ്കേപ്പ് ആയി പോകുന്നതായിട്ട് കാണിക്കുന്നു. അതായത് രക്ഷപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. കുറച്ച് നാളെ മിണ്ടാതിരിക്കും, നോ കോണ്ടാക്റ്റിൽ പോകും, മേ ബി നിങ്ങളെ ബ്ലോക്ക് ചെയ്യും, കമ്മ്യൂണിക്കേഷൻ കട്ടാക്കും, ചിലപ്പോൾ വേറെ രാജ്യത്ത് തന്നെ പോയിട്ടുണ്ടാകാം, അതായത് ആള് സ്ഥലം വിട്ടിട്ടുണ്ടാകാം. പക്ഷെ എന്തൊക്കെ ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. അപ്പോൾ അതിൻ്റെ ഒരു പിന്നിലുള്ള രഹസ്യം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്തയാണ് ഈ വ്യക്തിയെ എപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പേഴ്സണ് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരിക്കലും അവസാനിക്കില്ല. നിങ്ങളായിട്ടുള്ള ഈ ഒരു എനർജി, നിങ്ങളായിട്ടുള്ള ഈ ഒരു ബന്ധം, ഇത് കംപ്ലീറ്റ് ആയിട്ട് അവസാനിക്കില്ല എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ വ്യക്തി നെഗറ്റീവായിട്ടുള്ള ചിന്തയിലേക്ക് പോകും. നാളെ എങ്ങാനും നിങ്ങളായിട്ട് പിരിയേണ്ടി വന്നാൽ ഞാൻ എന്ത് ചെയ്യും, ഇതൊക്കെയാണ് ഈ പേഴ്സന്റെ ലൈഫിൽ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ പല രീതിയിലും നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, നിങ്ങളെ വേണ്ടാന്ന് വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ പേഴ്സണെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ പേഴ്സണ് നിങ്ങളോടുള്ള അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനോടുള്ള മനോഭാവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു പാസ്റ്റ് ലൈഫ് എനർജിയും കൂടി ആയിട്ട് കാണിക്കുന്നു. ഇതൊരു മുജ്ജന്മ ബന്ധം കൂടിയാണ്. ഒരുപക്ഷെ ഈ വ്യക്തിക്ക് ഇപ്പോഴുള്ള ഇതേ ഫീലിങ്സ് തന്നെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്കായിരിക്കാം ഉണ്ടായിട്ടുള്ളത്. അത് ഈ ഒരു ലൈഫിൽ വന്നപ്പോൾ നേരെ തിരിഞ്ഞുൾട്ടിയായതായിരിക്കാം. ഓക്കെ, നേരെ തിരിഞ്ഞായതായിരിക്കാം. അപ്പൊ നിങ്ങൾക്കെന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ഉറച്ച ഒരു തീരുമാനമാണ്. ഈ പേഴ്സണോടുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത് കേവലം ഒരു ടൈം പാസ് അല്ല, അത്രയും ആഴത്തിൽ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ പേഴ്സണെ, കാരണം ഒരിക്കലും പിരിഞ്ഞു പോകാൻ പറ്റില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഈ വ്യക്തിയുടെ കൂടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾ വിട്ടുകളയാത്തത്. ഓക്കെ, ബട്ട് ഈ പേഴ്സൺ ഇടയ്ക്കിടയ്ക്ക് കൺഫ്യൂഷൻ ആയി പോകുന്ന ഒരു ലെവലിലേക്ക് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് നമുക്ക് റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. യെസ്, വളരെ പാഷനേറ്റ് ആയിട്ടുള്ള കണക്ഷൻ ആണിത്. അലൗ യുവർ ഹേർട്ട് ആൻഡ് സോൾ ടു സിങ് വിത്ത് ജോയ് ആണ്. അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് നടക്കാനാണ് പറയുന്നത്. കാരണം ഇപ്പൊ സെപ്പറേഷൻ ഒക്കെ ആവുകയാണെങ്കിലും നിങ്ങൾ വളരെയധികം പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പേഴ്സണോ നിങ്ങൾക്കോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഗുഡ് ബൈ പറഞ്ഞ് പോകാൻ പറ്റില്ല. ഇനി അങ്ങനെ പോയാൽ തന്നെ കേവലം ചിലപ്പോൾ ഒരു 2 വർഷം, അല്ലെങ്കിൽ ഒരു 6 മാസം, അല്ലെങ്കിൽ ഒരു 3 വർഷം, ഇത്രയൊക്കെ പോകുള്ളൂ. ആള് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ആ ഒരു റൗണ്ട് എത്തിച്ച് വരുന്നതായിട്ടാണ്, യു ടേൺ എടുത്തിട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു എനർജി ആയിട്ട് കാണിക്കുന്നു. വളരെ അട്രാക്റ്റീവ് ആണ് രണ്ടുപേരും. ഈ പേഴ്സന്റെ കുറച്ച് നമുക്ക് 2 ലവ് മെസ്സേജസ് എടുക്കാം. അവസാനം കുറച്ചുകൂടി ക്ലൂസ് എടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സീക്രറ്റ്സ് ആണ്. ഐ ഹാവിൻ ടോൾഡ് യു എവറിത്തിങ്. അതായത് ഈ പേഴ്സൺ എല്ലാ കാര്യവും നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ല. കാരണം അതെന്താന്ന് വെച്ചാൽ ഈ പേഴ്സണ് ചില സമയത്ത് നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചില സമയത്ത് ഈ പേഴ്സൺ ഒന്ന് വിട്ടു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. ചില സമയത്ത് നിങ്ങളായിട്ട് സംസാരിക്കാൻ തയ്യാറാവില്ല. കുറച്ച് നാൾ നമുക്ക് മാറി നിൽക്കാം, പിരിഞ്ഞിരിക്കാം, അങ്ങനെയൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് ഈ പേഴ്സന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നിട്ടില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഓക്കെ, യെസ്, സ്പേസ്, ഐ നീഡ് മോർ ടൈം ടു തിങ്ക്. ഈ വ്യക്തിക്ക് ഇനിയും സമയം വേണം എന്നാണ് പറയുന്നത്. കാരണം ഈ പേഴ്സൺ ഇപ്പോഴും റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങളാണ് ഈ പേഴ്സന്റെ ഡെസ്റ്റിനിയിലുള്ളത്, നിങ്ങളാണ് ഈ പേഴ്സന് വിധിക്കപ്പെട്ട വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ചാകാനാണ് അങ്ങനത്തെ വിധിയാണ് നിൽക്കുന്നത്. അത് ഈ പേഴ്സൺ ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അത് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നു. പക്ഷെ നിങ്ങൾക്ക് ഉറപ്പാണ്, ബിക്കോസ് ദിസ് കുഡ് ബി ദ വൺ. ഈ ആള് തന്നെയാണ് നിങ്ങളുടെ ആള്. ആംഗ്രി ഇഷ്യൂസ് കാണിക്കുന്നു. മേ ബി ഒരുപാട് ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം, ഉറക്കമില്ലാത്തത് കൊണ്ടായിരിക്കാം ഈ പേഴ്സൺ വളരെയധികം ദേഷ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. 2025 ഈ വർഷം സംതിങ് സ്പെഷ്യൽ. ഓക്കെ, 40 കിട്ടിയിട്ടുണ്ട് നമ്പർ.
ദെൻ നോട്ട് റൊമാൻറ്റിക്, ഓക്കെ. ഫീലിംഗ് ഓൾവേസ് ഡൗട്ട്, അതെപ്പോഴും സംശയം തോന്നുന്ന ഒരവസ്ഥ, അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ലേസ്നെസ്, മടി കാണിക്കുന്നു. ഫിയർ, പേടിയുണ്ട്. 2002 അതായിരിക്കാം ബർത്ത് ഇയർ, അല്ലെങ്കിൽ കണ്ടുമുട്ടിയ വർഷമായിരിക്കാം. 2024 ലാസ്റ്റ് ഇയർ സംതിങ് എന്തൊക്കെയോ നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ടാകാം. ബ്ലാക്ക് മാജിക് എഫക്റ്റ് കാണിക്കുന്നു. ലാക്ക് ഓഫ് കെയറിങ്, ചിലപ്പോൾ നിങ്ങൾ അത്രയും ഈ പേഴ്സൺ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, ഓക്കെ, കെയർ ചെയ്യുന്നുണ്ടാവില്ല. ദെൻ 8 നമ്പർ 8 കിട്ടിയിട്ടുണ്ട്. അത് മേ ബി ബർത്ത് ഡേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സംതിങ് മാസമായിരിക്കാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ക്ലൂസ് കിട്ടിയിട്ടുള്ളത്. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ആ ഒരു ഒപ്പീനിയൻ, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. താങ്ക് യു 555 എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.